കിഫ്ബിക്കെതിരായി ഇ.ഡി. നോട്ടീസുമായി വന്നാൽ മുട്ടുവിറയ്ക്കുമെന്നാണോ കരുതിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതികൾക്ക് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട്, ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. നോട്ടീസ് അയച്ചവർ ആ മനസ്സംതൃപ്തിയിൽ നിൽക്കുക എന്നേയുള്ളൂവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കേൾക്കാം. നമ്മുടെ നാട് അങ്ങനെ മെച്ചപ്പെട്ടുകൂടാ, അത് വലിയ തോതിൽ തകരണം എന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുകളുണ്ട്. അതിന്റെ ഭാഗമല്ലേ കിഫ്ബിക്കെതിരെ ഇപ്പോൾ ഒരു നോട്ടീസുമായി വന്ന കാഴ്ച. നിങ്ങള് കിഫ്ബിക്കെതിരെ ഇത്തരമൊരു നോട്ടീസുമായി വരുമ്പോ ഞങ്ങൾ വല്ലാതെ മുട്ടുപുറക്കുമെന്നാണോ കണക്കാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് നോട്ടീസ് അയച്ചവര് തൽക്കാലം അതിൻ്റെതായ ഒരു മനസ്സംതൃപ്തി നിൽക്കുക എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, തെരഞ്ഞെടുപ്പിൽ ഇ.ഡിയുടെ നോട്ടീസും പ്രചരണ വിഷയമാക്കാനാണോ മുഖ്യമന്ത്രിയുടെ നീക്കം? കണ്ണൂരിൽ ഇന്ന് LDF-ന്റെ തിരഞ്ഞെടുപ്പ് റാലിയായിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഇ.ഡി നോട്ടീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. കേരളത്തിന്റെ വികസനത്തിന് നേരെയുള്ള കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്ന നിലയിലാണ് ഇ.ഡി നോട്ടീസിനെ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. കിഫ്ബിക്കെതിരെ നോട്ടീസ് നൽകിയാൽ മുട്ടുവിറച്ചു പോകും എന്ന് കരുതിയോ എന്നും അദ്ദേഹം ചോദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം ചിലവഴിക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ പണം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമി വാങ്ങിയിട്ടുണ്ട്. മറിച്ചതൊരു ഭൂമി കച്ചവടമായിരുന്നില്ല. നോട്ടീസ് നൽകിയവർ ആ സംതൃപ്തിയിൽ തന്നെ നിന്നോളൂ എന്നും മുഖ്യമന്ത്രി പരിഹാസ രൂപേണ വ്യക്തമാക്കി മറുപടി നൽകി. വികസനവുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇ.ഡി നോട്ടീസിനെ രാഷ്ട്രീയമായ രീതിയിൽ തന്നെ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് CPM-ഉം മുഖ്യമന്ത്രിയും. നേരത്തെ തന്നെ കേരളത്തിന്റെ വികസനത്തിന് നേരെയുള്ള ഇടപെടൽ എന്ന നിലയിലാണ് CPM ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. എന്തുകൊണ്ട് ഈ നോട്ടീസ് വരാൻ വൈകുന്നു എന്ന സംശയം മാത്രമാണ് തനിക്കുണ്ടായത് എന്നുള്ളതായിരുന്നു MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറിയുടെ തന്നെ ചോദ്യം. ഏതായാലും ആ നിലയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.